ഏതൊരു രംഗത്ത് പ്രവർത്തിക്കുന്നാലും ചിലപ്പോൾ ചിലരുടെയൊക്കെ എഴുത്തും അല്ലെങ്കിൽ ചിലരുടെയൊക്കെ രീതികളൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ആരെങ്കിലും റോൾ മോഡലായിട്ട് സാർ കണ്ടിട്ടുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഷാ പാണ്ഡിത്യത്തോടെ അല്ല ഈ രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ എഴുത്തുകാരും എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയാം. കാരണം ഏത് വായിക്കുമ്പോൾ ആ ഭാഷ വാക്കുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേക ഒരാളെ പറയാൻ നിവൃത്തിയില്ല. നമ്മൾ മുമ്പുണ്ടായിരുന്ന പല പ്രത്യേകിച്ചും ആലപ്പാട് നാരായണൻ്റെ തർജിമ, അത് എൻ്റെ മറ്റേ പാവങ്ങൾ, ആ തർജിമ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ച് ആ തർജിമ ഞാൻ അനുകരണമായിട്ട് എടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഗുരുതുല്യമായിട്ട് കരുതുന്നുണ്ട്. ശരിക്കും നമ്മുടെ വിശ്വസാഹിത്യ കൃതികളൊക്കെ പണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും അടുക്കാൻ പറ്റാത്തതായിരുന്നില്ല. മലയാളം മാത്രം അറിയുന്ന ആളുകൾക്ക് ഇത്തരം കഥകളൊക്കെ സാർ ആദ്യം പറഞ്ഞതുപോലെ കഥാപ്രസംഗം വഴി മാത്രം കേട്ടിരുന്നതാണ്. അതെല്ലാം ഒരു പുസ്തക രൂപേണ വന്നപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നല്ല റെസ്പോൺസായിട്ട് വന്നിട്ടുണ്ട്. പലരൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. വലിയ വിഷമുള്ള വാക്കുകളൊന്നും ലളിതമായ വാക്കുകളൊക്കെയാണ്. ഉദാഹരണം ഒരു SSLC പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് തന്നെ ഉള്ളുവാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നുമില്ല. സാധാരണക്കാർക്ക് വായിക്കണം, അതാണ് ഉദ്ദേശം. നവസാക്ഷരർ പോലും വായിക്കണം എന്നുള്ളതാണ്. ഈ വഴികളിലെല്ലാം അങ്ങ് ഏകനായിട്ടാണ് സഞ്ചരിച്ചത്. കാരണം ഇത്രയും മാറ്റി എഴുതുമ്പോഴും എല്ലാം വിവർത്തനം ചെയ്യുമ്പോഴും ഒക്കെ അങ്ങ് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ അസ്തമിക്കാത്ത സൂര്യന്റെ അവസ്ഥയിൽ വന്നു, അല്ലെങ്കിൽ അവിടെ എത്തിയപ്പോഴേക്കും അങ്ങ് അതിലൊരു ആളെ കൂട്ടുപിടിച്ചു. എന്തായിരുന്നു അവിടെ? വേറെ ഒരുപാട് വേറെ പല തിരക്കുകൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരാളെ കൂടെ അങ്ങനെ ജോയിൻ ചെയ്തു. എങ്ങനെയായിരുന്നു സാർ അതിൽ നിന്നൊരു വ്യത്യാസം? ഇപ്പൊ നമുക്ക് ലളിതമായിരുന്നു, അത് കൂടുതൽ ഹൃദയമായിട്ട് തോന്നിയോ? അത് തർജ്ജിമ തന്നെയായിരുന്നു. അത് തർജ്ജിമ തന്നെയായിരുന്നു. പുനരാഖ്യാനൊന്നുമല്ല. ചെറിയ നോവലായിരുന്നു. രാംകുമാർ ഭ്രമർ എന്നുള്ള ആളാണ് ഹിന്ദിയിൽ എഴുതിയത്. അതൊരു ഫാൽക്കൻ നമ്മുടെ റെവല്യൂഷണറി ഉണ്ടായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാലങ്ങളിലൊരു റെവല്യൂഷണറിയാണ്. അപ്പം അത് ആ റെവല്യൂഷണറിയുടെ ജീവിതം ഒരു പുതിയ അനുഭവമായിട്ട് തോന്നിയതുകൊണ്ട് അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ആഗ്രഹം വന്നു. അങ്ങനെ സർ, ഇപ്പൊ സുഗമ ഹിന്ദി പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ 5 ലക്ഷത്തിലധികം കുട്ടികളാണ് അത് എഴുതുന്നത്. ശരിക്കും കുട്ടികളിലുള്ള ഒരു ഹിന്ദിയോടുള്ള ഒരു താല്പര്യവും ഒരു വാസനയും എല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്? അവരുടെ ഭാഷാപരമായ കഴിവും ഭാഷ പ്രകടിപ്പിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് സുഗമ പരീക്ഷ നടത്തുന്നതാണ്. കുട്ടികൾ വളരെ ആവേശത്തോടെ പരീക്ഷ എഴുതുന്നുണ്ട്. അവർക്ക് ആകർഷമായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. നല്ല റാങ്ക് വാങ്ങുന്നവർക്കൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് കോഴ്സസ് എന്തൊക്കെയാണ്? മറ്റു കോഴ്സുകൾ വേറെ ഈ പ്രൈവറ്റായിട്ട് ഹിന്ദി പഠിക്കുന്നവർക്ക് വേണ്ടി ഈ താഴ്ന്ന ക്ലാസ് മുതൽ ഉയർന്ന ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ രാഷ്ട്രഭാഷ, പ്രവേശ്, ഹിന്ദി ഭൂഷൺ, സാഹിത്യാചാര്യ ഇങ്ങനെയുള്ള കോഴ്സുകളും മറ്റുമൊക്കെ ഉണ്ട്. ഈ സാഹിത്യാചാര്യയും ആചാര്യ ഡിപ്ലോമ അതും പ്രചാരസഭ നടത്തുന്ന ട്രെയിനിങ് കോളേജിൽ നിന്ന് ആചാര്യ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സായിട്ടൊക്കെ പോകാൻ പറ്റുവാണ്, ഹൈസ്കൂളിലും മറ്റുമൊക്കെ. എന്തും മാധ്യമവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ എന്ത് പ്രൊഡക്റ്റിനായാലും, ഇപ്പോൾ വിദ്യാഭ്യാസമായാലും എന്തിനും നമുക്കിപ്പോ ഒരു മീഡിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. എങ്ങനെ ഇപ്പം പത്രമാധ്യമങ്ങളായാലും എല്ലാം ഏത് തരത്തിലാണ് ഇപ്പോൾ സഹായിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സാറിന്റെ? ഈ മാധ്യമങ്ങളുടെ സഹായമുണ്ട്. അത് പ്രചാരസഭയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം മാധ്യമത്തിന്റെ സഹായമുണ്ട്. വ്യക്തിപരമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്കും മാധ്യമങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മാതൃഭൂമി ലേഖകനൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയൊക്കെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ അയ്യപ്പൻ, അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എൻ്റെ സേവനങ്ങളെ പറ്റിയൊക്കെ ഒരു നല്ലൊരു ആർട്ടിക്കിൾ തയ്യാറാക്കി. നന്നായിട്ട് വളരെ കാര്യമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് തന്നെ പറയാം. അതിൽ വെച്ചിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ, പ്രത്യേകിച്ച് അവാർഡുകൾ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. കാരണം എഴുതുന്ന ഏതൊരു മേഖലയിലായാലും കൂടുതൽ നമുക്ക് പ്രചോദനമാകുന്നത് ഇത്തരം അവാർഡുകളാണ്. സാറിന്റെ അവാർഡുകളെ പറ്റി കൂടി ഒന്ന് പറയാം. സാറിന് ലഭിച്ചിട്ടുള്ള അവാർഡ് ഈ പല സംഘടനകൾ ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഹിന്ദി സാഹിത്യ അക്കാദമി അവരുടെ 2007-2008 നാഷണൽ അവാർഡ്, ഹിന്ദി സേവാ സമ്മാൻ നാഷണൽ അവാർഡാണ്. 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. മറ്റേ ഇതിൻ്റെ മൊമെന്ററി എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ശരിക്കും മനസ്സിലൊരു താല്പര്യമുള്ളത് ഈ ഒരു ക്ലാസിക് ഇനിയും കൺവേർട്ട് ചെയ്യണം, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് താല്പര്യം തോന്നുന്ന ഏതെങ്കിലും ഇതുണ്ടോ? ഒരു പ്രസ് കൊടുത്തുള്ളൊരു മാറ്റർ, അത് വോൾട്ടയറിന്റെ കാൻഡിഡേ എന്നാണ് ഉച്ചാരണം. കാൻഡിഡേ ചിലർ പറയുമെങ്കിൽ കാൻഡിഡേ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഉച്ചാരണമാണ്. ആ നോവല് ഇങ്ങനെ പരിധി പബ്ലിക്കേഷൻസിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇറക്കും.
ഓക്കെ. വോൾട്ടയറിന്റെ. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് സർ? ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിലേക്ക് വളരെ കുറച്ച്, ഹിന്ദിയിലേക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഹിന്ദി അവരാണ് കൂടുതൽ ഒരു ആദരവും അംഗീകാരവും പക്ഷെ തന്നില്ലെന്ന് പറയല്ല, എങ്കിലും കൂടുതൽ ആദരവും അംഗീകാരം തന്നത് അവരായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഹിന്ദിയിലേക്ക് ചെയ്യുന്നവർ ചുരുക്കമാണ്. ഹിന്ദി മലയാളത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഹിന്ദിയിലേക്ക് ചെയ്യുന്നവർ ഉണ്ടായിരിക്കാം, എങ്കിലും വളരെ താരതമ്യേന കുറവായതുകൊണ്ട് ആ രംഗത്ത് മുമ്പോട്ട് പോയാൽ കൊള്ളുന്ന ആഗ്രഹമുണ്ട്. പല മലയാള കൃതികളും ഇന്ത്യയിലേക്ക് വരേണ്ടതാണെന്ന് തോന്നൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര കാലം ചെയ്യാൻ പറ്റുമെന്ന് അറിയിപ്പം 10-76 വയസ്സ് കഴിഞ്ഞു. ശിഷ്ടായുസ് ആ പ്രവർത്തനമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും സാർ, നമ്മുടെ മലയാളത്തിലെ കൃതികളൊക്കെ ആ ഒരു മലയാള തനിമയോടെ എഴുതുന്നതെല്ലാം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്ന് സാർ? തർജ്ജിമയുടെ ഗുണം മാതിരി ഇരിക്കും, സ്വീകരിക്കപ്പെടുന്നതാണ്. നല്ല കൃതിയാണെങ്കിൽ ആ തർജ്ജിമയുടെ വൈകല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടില്ലെന്ന് മാത്രമല്ല, എഴുത്തുകാരനെ പറ്റി മോശം അഭിപ്രായം ഉണ്ടാവുകയും ചെയ്യണം. ഇപ്പൊ തകഴി ശിവശങ്കര പിള്ളയുണ്ട്, മലയാളത്തിലെ ജീനിയസാണ്. മോശപ്പെട്ട തർജ്ജിമ ഹിന്ദി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വായിച്ച് ഇയാളാണോ വലിയ എഴുത്തുകാരൻ എന്നവർ പറയും. അതുകൊണ്ട് ഈ തർജ്ജിമ ചെയ്യുന്ന ദ്രോഹം ചെയ്യും, ചിലപ്പോഴാണ് നന്മയല്ല ചെയ്യുന്നതാണ്. ഒരു ഭാഷ വേറെ ഭാഷ തർജ്ജിമ ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഷയുടെ തനിമ നിലനിർത്താനുള്ള ശ്രമം കൂടെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ആ മോശപ്പെട്ടൊരു ഇംപ്രഷൻ ഉണ്ടാവുന്നതാണ് എഴുത്തുകാരനെ വിക്കലാക്കുന്നത്. രാഷ്ട്രഭാഷയോടൊപ്പവും സാഹിത്യത്തോടൊപ്പവും ഒക്കെ ഇത്രയും കാലം കടന്നു വരികയാണ്. എന്ത് തോന്നുന്നു അങ്ങേക്കൊന്ന് തിരിഞ്ഞു നോക്കും? തിരിഞ്ഞു നോക്കുമ്പോൾ സമയം പാഴാക്കിയില്ല എന്നൊരു സന്തോഷമുണ്ട്. വേറെ വലുതായിട്ട് വലിയ നേട്ടങ്ങൾ ചെയ്യുന്ന ഒരു അഭിമാനം അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞുപോയ കാലത്തെ സാർത്ഥകമായിട്ട് വിനിയോഗിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഫാമിലിയെ പറ്റി കൂടി. ഫാമിലി എൻ്റെ ശ്രീമതി ജയകുമാരി എന്നാണ് പേര്. അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മൂത്തമായ രഞ്ജിത്താണ്, അയാൾ ട്രാൻസ്ലേഷൻ്റെ ഫീൽഡിലുണ്ട്. ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷനാണ് അയാൾ. റിഫൈൻഡ് ഇമോഷൻസ് ഒരു പുസ്തകം അയാളുടെ ഇറങ്ങി. മലയാളം ചെറുകഥകളുടെ തർജ്ജിമ ഇംഗ്ലീഷിലേക്കാണ്. രണ്ടാമത്തെ സജിത്ത് എന്ന് പറയും, അയാൾ ലാറ്റക്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പ്ലാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹിന്ദി പ്രചാര സഭയ്ക്ക് അങ്ങ് തലപ്പത്തിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാഹിത്യത്തിനും ഒക്കെ ഒത്തിരി സംഭാവനകൾ അങ്ങ് നൽകി കഴിഞ്ഞു. ഇനിയും നൽകാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇത്രയും തിരക്കിട്ട സമയത്ത് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം.